മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാ രീതിയിലും ലിമിറ്റഡ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അറിയാതെ ലൈഫിൽ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തു. അറിയാതെ ചെയ്തു, ബട്ട് അതൊരു മിസ്റ്റേക്കാണ്. അത് തിരുത്തൽ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് ബാധിക്കപ്പെടുന്നത്. ഇവിടെ മിക്ക ഫ്രണ്ട്സും എന്താ ചെയ്യുക? ഇത് മിസ്റ്റേക്കാണ്, നീ തിരുത്തണം എന്ന് പറയുന്നതിന് പകരം സാരമില്ല, നിങ്ങളുടെ ഇമോഷൻസാണ് അവർ കയറിയുക. സാരമില്ല, കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം, അതൊക്കെ നമുക്ക് ശരിയാക്കാം, നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടാണ് തരിക. ഇതാണ് ഹ്യൂമൻ സപ്പോർട്ട്. അതാണ് പറഞ്ഞ് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, യൂണിവേഴ്സിൻ്റെ ലവ് എന്ന ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ആംഗിളാണ്. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസ് നോക്കുന്നില്ല, നിങ്ങൾക്ക് ഹേർട്ടാവോ വേദനിക്കുമെന്ന് നോക്കുന്നില്ല. ലൈഫിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് കാണിക്കും, അത് പഠിപ്പിക്കും. എത്രയും പെട്ടെന്ന് പഠിക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലത്. കാരണം സിറ്റുവേഷൻ വേഴ്സ് ആവില്ല. ഒരു സേഫായിട്ട് നിങ്ങളെ നിർത്തി ലെസൺസ് പഠിപ്പിച്ച് യൂണിവേഴ്സ് അടുത്ത ലെവലിലേക്ക്, അടുത്ത ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതനുസരിക്കാതിരിക്കുന്നവർക്കാണ് പ്രശ്നം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് സിസ്റ്റം, യൂണിവേഴ്സിൻ്റെ ലവ് നിങ്ങളുടെ മേലെ ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളതും, ഇനി അതുണ്ടെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് തിരിച്ചറിയാം, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ യൂണിവേഴ്സ് എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചത് എന്താണ്? ദൈവം ആരെയും ജഡ്ജ് ചെയ്യില്ല, എല്ലാവരും ഒരേ കണ്ണിലൂടെയാണ് കാണുന്നത്. അതെ, ഒരേ കണ്ണിലൂടെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ആർക്ക് ഗൈഡൻസ് കൊടുക്കണം, ആർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ വ്യക്തമായും യൂണിവേഴ്സ് ജഡ്ജ് ചെയ്യുന്നുണ്ട്. വ്യക്തമായും ആൾക്കാരെ തരംതിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അൺഫെയർ ആയിട്ട് തോന്നും, ഇത് തെറ്റല്ലേ എന്ന് തോന്നും. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 2 തരം ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റും. ജനറലി നമുക്ക് 2 പേരെ കാറ്റഗറി തിരിക്കാം മനുഷ്യന്മാരിൽ. ഒന്ന് ഇമോഷണലി അൺസ്റ്റേബിൾ ആണ്. ഇന്നൊന്ന് പറയുന്നു, നാളെ ഒന്ന് പറയുന്നു, ഇന്നൊന്ന് ഫീൽ ചെയ്യുന്നു, നാളെ ഒന്ന് ഫീൽ ചെയ്യുന്നു. അവർക്കൊരു ഇതാണ് എൻ്റെ സ്ഥിതി എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ തോട്ട്സ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. ഇന്നൊന്ന് പറയുന്നു, നാളെ ഒന്ന് പറയുന്നു, ഇന്നൊന്ന് ചിന്തിക്കുന്നു, നാളെ ഒന്ന് ചിന്തിക്കുന്നു. അവർക്കൊരു കൺക്ലൂഷനിൽ അവസാനം ഓക്കെ ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞൊരു കൺക്ലൂഷനിൽ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. നൗ ഇവർക്ക് ഗൈഡൻസ് കൊടുത്തിട്ട് എന്താണ് ഉപകാരം? ഞാൻ വളരെ ലോജിക്കലായിട്ടാണ് ചോദിക്കുന്നത്. എപ്പോഴും വേവറായിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു ട്രെയിനിങ് കൊടുക്കേണ്ട, വലിയ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം യൂണിവേഴ്സിന് എന്തിനാണ്? മനുഷ്യന്മാരെ വേസ്റ്റ് ചെയ്യും സമയം, യൂണിവേഴ്സ് വേസ്റ്റ് ചെയ്യില്ല. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇനി അതേസമയം രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ മെൻ്റലി സ്ട്രോങ് ആവണം നിർബന്ധമൊന്നുമില്ല, സ്റ്റേബിളാണ്. അവർ പറയാണ് ഓക്കെ എനിക്കിതാണ് അറിയാം, ഞാൻ ഇത് ചെയ്യുന്നു, ശരിയാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് ഞാൻ ഡിസൈഡ് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അത് തെറ്റിപ്പോയി, അപ്പോൾ അവർ പറയുന്നു ഓക്കെ തെറ്റി, അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, വേറെ ഏതോ രീതിയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ദേ ആർ തിങ്കിങ് ഡിഫറെൻ്റ്ലി. അവർ വളരാൻ തയ്യാറാണ്, അവർ പുതിയത് പഠിക്കാൻ തയ്യാറാണ്. ദേ ആർ ഓപ്പൺ ഫോർ ന്യൂ ലെസൺസ്. ലൈഫ് പഠിപ്പിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ സാഹചര്യങ്ങളെ അറ്റൻഡ് ചെയ്യാനും അതിലൂടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാനും അവർ തയ്യാറാണ്. ഓക്കെ, അതുപോലെ ഇമോഷൻസ് ഇളകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാ മനുഷ്യന്മാർക്കുള്ള ഇമോഷൻസ് വരും, ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും. സിറ്റുവേഷൻ അനുസരിച്ചാണ് അവരുടെ ഇമോഷൻസ് മാറുന്നത് എന്നല്ലാതെ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രഡ്ജ് വയ്ക്കുന്ന ആൾക്കാരല്ല. ഇന്നൊന്ന് ഫീൽ ചെയ്തു, നാളെ ആ ലോഡ് തൂക്കി നടക്കുന്ന ആൾക്കാരല്ല. കഴിഞ്ഞ മണിക്കൂറിൽ എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നി, ഈ മണിക്കൂറിൽ ആ ദേഷ്യം വെച്ച് നടക്കുന്ന ആൾക്കാരല്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു, അതും പറഞ്ഞ് ഇന്ന് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആൾക്കാരല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു, കൺഫ്യൂസ് ആവുന്നില്ലോ അല്ലേ? ഇതാണ് സംഭവം. മെൻ്റലി അവർ ക്ലാരിറ്റി ഉണ്ട്, ഇമോഷണലി അവർ ക്ലാരിറ്റി ഉണ്ട്, വ്യക്തതയുണ്ട്. അതുപോലെ ചലഞ്ചസ് വരുമ്പോൾ അയ്യോ എന്നെ എന്തിനാ ദൈവം ശിക്ഷിക്കുന്നേ എന്ന് പറഞ്ഞവർ കരയൊന്നുമില്ല. പ്രശ്നമുണ്ട്, ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പണി പോകുന്ന അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവരങ്ങ് ഡീൽ ചെയ്യും. കംപ്ലയിൻറ്റ് ചെയ്യാനും നിൽക്കില്ല. ഇമോഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കില്ല, ഒരു ദൈവത്തെയും കുറ്റം പറയാൻ നിൽക്കില്ല, ഒരു യൂണിവേഴ്സിനെ ചലഞ്ച് ചെയ്യാനും നിൽക്കുന്നില്ല. ലൈഫ് വന്നു ജീവിക്കുക തന്നെ എന്ന് പറഞ്ഞാൽ അവർ മുഴുവനായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നടക്കും. നൗ ഇവരെ ഗൈഡ് ചെയ്യുന്നതിൽ എന്തുണ്ട്? അർത്ഥമുണ്ട് അല്ലേ? ഇവരെ ഗൈഡ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. നിങ്ങളിനി മറ്റൊരു രീതിയിൽ ആലോചിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം സ്ട്രോങ് ആക്കണം, ബോഡിയുടെ ക്വാളിറ്റി കൂട്ടണം എന്ന് വിചാരിക്കുക. ക്വാളിറ്റി ഓഫ് ബോഡി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ട്. എന്താ ചെയ്യുക? വർക്കൗട്ട് ചെയ്യണം. കുറേ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാര്യമില്ല.
വർക്കൗട്ട് ചെയ്യണം, അതിന് ചേരുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നല്ല പെയിനാണ് ശരീരത്തിന്. ഉറക്കമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്നിരിക്കും, കൈയും കാലും അവിടെ ഇവിടെയൊക്കെ വേദനിക്കും. ചെയ്യുമ്പോൾ അറിയില്ല, അടുത്ത ദിവസങ്ങളിലാണ് വിവരം അറിയുക. അതിനർത്ഥം എന്താണ്? ബോഡി നിങ്ങളെ പണിഷ് ചെയ്യണമെന്നാണോ? അല്ല, മസിൽ ടീയേഴ്സ്, അവിടെ ചെറിയ ചെറിയ മൈനർ ടീയേഴ്സ് സംഭവിക്കുകയാണ്, മസിൽ റിപ്പയർ നടക്കുകയാണ്, നിങ്ങൾക്ക് വളരുകയാണ്. അതേപോലെ തന്നെയാണ് ലൈഫിലും. ജനറലി നിങ്ങൾക്ക് വളർച്ച വരുമ്പോൾ യൂണിവേഴ്സ് പലതരത്തിലുള്ള ചാലഞ്ചസ് തരും, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി വരും. അത് വേദനിക്കും, വളരുമ്പോൾ വേദനിക്കും. ഈ മണ്ണ് തുറന്നിട്ടാണ് ഒരു വിത്ത് പുറത്തോട്ട് വരുന്നത്, അത് പെയിൻഫുൾ ആണ്. അതിന് അവിടെ ഇൻസൈഡായിട്ട് പല ബ്രേക്കിംഗ് സംഭവിക്കുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആണെങ്കിൽ പോലും വേദനയുണ്ട് ആ ചെടിക്ക്. അതേപോലെ തന്നെ ലൈഫ്, നമ്മളൊരു സ്റ്റേജിൽ നിന്ന് മറ്റേതിലേക്ക് വളരുമ്പോൾ എന്തോ ഒന്ന് പൊട്ടിക്കണം, ഒരു ലെവൽ നമ്മൾ കടക്കണം. അത് പെയിൻഫുൾ ആണ്. ആ വേദന നിങ്ങൾക്ക് ഡീൽ ചെയ്യാനും അതിനുള്ളൊരു മെച്യൂരിറ്റി നിങ്ങൾക്കില്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതൊരിക്കലും സമയം കളയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആദ്യം പറഞ്ഞത് യൂണിവേഴ്സ് ജഡ്ജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റയാളെക്കാളും വലുത് ചെറുത് എന്ന ജഡ്ജ്മെൻറ്റേ അല്ല. നിങ്ങൾക്ക് സ്നേഹം തന്നാൽ, നിങ്ങൾക്ക് സപ്പോർട്ട് തന്നാൽ, നിങ്ങൾക്ക് ഗൈഡൻസ് തന്നാൽ, ബോധ്യത്തോടെ, വിവരത്തോടെ, പക്വതയോടെ അത് സ്വീകരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കോമൺ സെൻസ് ഉണ്ടോ? ഇതേ നോക്കുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഉറപ്പിച്ചുള്ളത് ഉണ്ടാവും. ഞാൻ ഇത്രയും കേട്ടപ്പോൾ തന്നെ പകുതി മുക്കാൽ ആൾക്കാർക്കും ഓക്കെ എനിക്കുണ്ട് എന്നൊരു ഏകദേശ കൺഫർമേഷൻ വന്നിട്ടുണ്ടാവും. 100% ആക്കാൻ ഞാൻ കുറച്ച് സംഭവങ്ങൾ പറയാം. ഞാൻ കോമൺലി കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം, ഇതുകൂടെ കേട്ട് നോക്കാം. വൺ ഓഫ് ദ ക്ലിയർ സൈൻ എന്ന് പറയുന്നത് വ്യക്തമായ ഇൻസ്ട്രക്ഷൻ യൂണിവേഴ്സിന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലർക്കിത് കേട്ടാൽ മനസ്സിലാവില്ല, പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും മനസ്സിലാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചാനൽ തുടർന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പുണ്ട്. അതായത് ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്ന ആളല്ല. ഫാമിലിയോടോ ഫ്രണ്ട്സിനോടോ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ച് മാറി നിന്ന് ചിലപ്പോൾ രാത്രി സമയങ്ങളിൽ ആകാശമൊക്കെ നോക്കി അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു റിക്വസ്റ്റ് യൂണിവേഴ്സിനോട് വയ്ക്കും. എനിക്കിതിന് ഹെൽപ്പ് വേണം, എനിക്കിതിന് പ്രോപ്പറായ ഇൻസ്ട്രക്ഷൻ വേണം, എനിക്കൊരു ക്ലാരിറ്റി നീത്താ എന്ന് നിങ്ങൾ കോൺഷ്യസ്ലി ഓർ അറിയാതെ പോലും സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. വ്യക്തമായിട്ട് നിങ്ങൾക്കതിന് സപ്പോർട്ടും കിട്ടും. ആരോ വഴി, ഏതെങ്കിലും ഒരു പേഴ്സൺ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ വഴി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കണോ വേണ്ടേ, എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം, എങ്ങോട്ട് പോകണം, വ്യക്തമായിട്ടും കാണിച്ചു തരും. വ്യക്തമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അത് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് വർഷങ്ങളായി കിട്ടുന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഇതൊരു സൈനാണ്, ഇത് ഉള്ള കാര്യമാണ്. എത്രയോ പേര് അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ എത്രയോ സക്സസ്ഫുള്ളായ ആൾക്കാരെ എടുത്ത് നോക്കിയാൽ പോലും അവർക്കൊക്കെ എങ്ങനെയാണ് ആ ബിസിനസ് ഐഡിയ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് ആലോചിച്ചുണ്ടാക്കിയതല്ല. അവർക്ക് എങ്ങനെ റിസീവ് ചെയ്തതാണ്. അതിന് പിന്നീട് അത് വളർത്താനുള്ള ഗൈഡൻസ് എങ്ങനെ കൊണ്ടുപോകണം. പല സമയത്തും അവർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുമ്പോൾ പോലും അവരറിഞ്ഞോ അറിയാതെ ഇത് തന്നെയാണ് ചെയ്തത്. അവർക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുമുണ്ട്, അവരത് പാലിച്ചു, അവർക്ക് വളരാൻ പറ്റി. എത്രയോ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. സോ ഇത് ക്ലിയർ ആയിട്ടുള്ളൊരു, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിഗ്നലാണ്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് പലരും ശ്രദ്ധിക്കില്ല, ഇതൊരു ബ്ലോക്കേജ് എന്ന് എല്ലാവരും പറയാം, പക്ഷെ അങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ, ലെറ്റ്സ് സേ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലൊരു ക്വാളിറ്റി ജനറലി നിങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ്, മേ ബി ഒരു പുതിയ ജോലി നോക്കുകയാണ്, ഹയർ ഇൻകം നോക്കുകയാണ്, മേ ബി സംതിങ് എന്തോ ആയിക്കോട്ടെ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. ഉടനെ നിങ്ങൾക്കൊരു ബ്ലോക്ക് വരും. നിങ്ങൾ ഡയറക്ഷൻ എടുത്തു, ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്താൽ ഇത്ര എമൗണ്ട് ഓഫ് സാലറി എനിക്കുണ്ട്, ധൈര്യത്തിൽ എനിക്ക് പോകാമെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു, ബ്ലോക്ക് വരും. കുഴപ്പമില്ല, ചിലപ്പോൾ എനിക്കിപ്പോൾ സമയമായിട്ടുണ്ടാവില്ല പറഞ്ഞ് നിങ്ങൾ പിന്നെയും ശ്രമിക്കും, ബ്ലോക്ക് വരും. എങ്ങനെയൊക്കെയോ നിങ്ങൾ ആ ജോലിയിൽ എത്തും ഫൈനലി, പക്ഷെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും, നിങ്ങൾ ഇറങ്ങും. എവിടെ പോയാലും നിങ്ങൾ ഈ പറയുന്ന ബ്ലോക്ക് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എന്ത് ശ്രമിച്ചാലും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചലഞ്ചല്ല ഞാൻ പറയുന്നത്, ഒരു ഓവർകം ചെയ്യാൻ നീ ഇത് ജയിക്കണം എന്ന ചലഞ്ചല്ല പറയുന്നത്. നീ എത്ര ശ്രമിച്ചാലും കടത്തി വിടില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ബ്ലോക്ക്സ് വരും. ഇതൊരിക്കലും മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് അല്ല. ഇത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വെച്ച് തരംതിരിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സുകൊണ്ട് ഒരിക്കലും ഇത് തീരുമാനിക്കാൻ സാധിക്കില്ല. ഇത് മാനിഫെസ്റ്റേഷൻ ബ്ലോക്കാണോ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണോ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വേണം ഉപയോഗിക്കാൻ. കാരണം ചില സമയത്ത് ചില മാനിഫെസ്റ്റേഷൻ നിങ്ങൾ റെഡി ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതിനേക്കാളും ബെറ്റർ വെയിറ്റ് ചെയ്യണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ
ജീവിതത്തിന് നല്ലതല്ല. ബെസ്റ്റ് കേസാണ്, ഞാൻ പല സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പേഴ്സൺ തന്നെ എനിക്ക് റിലേഷൻഷിപ്പിൽ വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. ഒരുപാട് ബ്ലോക്സ് ഉണ്ടാവും. കാരണം അത് കടന്ന് ഇതെങ്ങാനും സക്സസ് ആയി കഴിഞ്ഞാൽ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. റിയാലിറ്റി, നിങ്ങൾക്ക് എത്രയോ പബ്ലിക് കേസസ് എടുത്ത് നോക്കാം. ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പണ്ടൊക്കെ ഈവൻ ഓരോ മാസവും ഓരോരോ കേസസ് ഉണ്ടാവും അല്ലേ. അവരുടെയൊക്കെ മീൻസ് ഞാൻ പറയുന്നത് ഫാമിലി ഇഷ്യൂസാണ് ഞാൻ പറയുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളാവുന്നുണ്ട്, ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെ പല മർഡർ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നിങ്ങൾ നോക്കുക. എല്ലായ്പ്പോഴും ഞാൻ ഒരു ജനറൽ ജഡ്ജ്മെൻ്റ് അങ്ങ് പറയല്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. പല സമയത്തും ലോജിക്കലി ഒരു മനുഷ്യനെടുത്ത് നോക്കിയാൽ പോലും അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ ആ കണക്ഷൻ മാരേജിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് കാണുന്ന ഒരുപാട് സയൻസ് ഉണ്ട് അല്ലേ. അത് അബ്യൂസീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, നാർസിസ്റ്റിക് ആയിരിക്കും, വളരെ ഡേഞ്ചറസ് ആയിരിക്കും. എന്നിട്ടും അത് മാരേജിലേക്ക് കൊണ്ടുപോയി അവസാനം അത് സഫറിങ് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ഡേഞ്ചറിൽ അത് പോയി എത്തിച്ചേർന്നു. ഇത് യൂണിവേഴ്സ് വൃത്തിക്ക് കാണിച്ചു തരികയാണ്. ഡോണ്ട് ഡു ഇറ്റ്. പോവരുത്, ഇറ്റ്സ് ബാഡ് ഫോർ യു. അതും ധിക്കരിച്ച് പോയാൽ പിന്നെ നമുക്കൊരിക്കലും ആ കർമ്മയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. ദൈവം വിചാരിച്ചാൽ പോലും, ഞാൻ അലങ്കാരത്തിന് പറയല്ല, ദൈവം വിചാരിച്ചാൽ പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് യുവർ കർമ്മ. നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രൊട്ടക്ഷൻ തന്നു, ബ്ലോക്കേജസ് കാണിച്ചു തന്നു, നിങ്ങൾ അനുസരിച്ചില്ല. നൗ ഇറ്റ്സ് യുവർ കർമ്മ. അതൊരിക്കലും ഒരു ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. ഒരു അമ്പലവും ഒരു ഡയറ്റിയും നിങ്ങളെ സേവ് ചെയ്യാൻ പോകുന്നില്ല. പ്ലസ് കോട്ട് സൂട്ടിട്ട് ചിരിച്ചിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആൾക്കാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ആലോചിക്കുക വേണ്ട. ദെൻ ഫൈനലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ക്ലിയർ എവിഡൻസ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ 2 പോയിൻറ്റ്സും ഉണ്ടെങ്കിൽ മൂന്നാമത് എന്തായാലും ഉണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഹാപ്പിയാണ്. ചലഞ്ചസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുകയാണ്, നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു അവസാനം നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ രാത്രി ആയിക്കഴിഞ്ഞാൽ സ്വയം ചോദിക്കുകയാണ്, ആം ഐ ഹാപ്പി? എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഹാപ്പി എന്ന് തന്നെ വരും, പ്ലസൻ്റ് തന്നെ വരും, അല്ലെങ്കിൽ ചെറിയൊരു സ്മൈൽ മുഖത്ത് വരണം. ദെൻ നമുക്ക് എന്തായാലും ഉറപ്പിക്കുക യൂണിവേഴ്സ് കൂടെ തന്നെയുണ്ട്. ഞാൻ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് വളരാനുണ്ട്, ഇനിയും ഒരുപാട് എത്താനുണ്ട്. നിങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കാണ്, സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആൻസേഴ്സ് ഇപ്പോഴും റിസീവ് ചെയ്തിട്ടില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ആർ ഹാപ്പി, യു ആർ ജോയ്ഫുൾ, യു ആർ പ്ലസൻറ്റ്, യു ആർ കാം എന്നാണെങ്കിൽ യൂണിവേഴ്സ് ഈസ് വിത്ത് യു. കാരണം ആ ഒരു ശക്തി കൂടെ ഉള്ളപ്പോഴേ നമ്മൾക്ക് എല്ലാ സിറ്റുവേഷനിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ഡീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരിക്കലും മനുഷ്യബുദ്ധി ഉപയോഗിച്ച്, ലോജിക്ക് ഉപയോഗിച്ച് ജീവിതത്തിൽ വലിയ കാര്യം നേടാമെന്ന് വിചാരിക്കരുത്, കിട്ടില്ല. ഒരിക്കലും അഹങ്കരിക്കരുത്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഒരു മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുത്തിട്ട് പൈസ കൊടുത്ത് അതങ്ങ് വാങ്ങുക, ചെയ്യുക, എനിക്കൊന്ന് ചെയ്യാൻ പറ്റും. നോ, അത് മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിയേഷൻ അല്ല, കോ ക്രിയേഷൻ ആണ്. യൂണിവേഴ്സ് കൂടെ ഇടപെടണം, യൂണിവേഴ്സ് കൂടെ വിചാരിക്കണം. ഗ്രേസ്ഫുള്ളിയാണ് ഈ ജീവിതം ജീവിക്കേണ്ടത്. ഒരു കൃതജ്ഞതയോടെ വേണം ജീവിക്കാൻ. ഒരിക്കലും ഒരു ആജ്ഞ ചെയ്തുകൊണ്ട്, ഒരു ധിക്കരിച്ചുകൊണ്ട്, ഒരു ജാട കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ അതിൻ്റേതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യും, നല്ല രസമായിരിക്കും അത് കൂടെ പോകുമ്പോൾ. ഓക്കെ, സോ ദീസ് ആർ ദ പോയിൻറ്റ്സ്. അപ്പോൾ യൂണിവേഴ്സിനെ സ്നേഹിക്കുന്നു എന്ന് ഇമോഷണലി പറയേണ്ട സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. യൂണിവേഴ്സ് അത് ചെയ്യാനുള്ള വ്യക്തമായ റീസൺസ് ഉണ്ട്. എല്ലാം ഞാനിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യൂഷ്വലി നിങ്ങൾ ചെയ്യുന്ന പോലെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.